നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണിയൊരുക്കി ചെമ്പൂത്ര ദേവീക്ഷേത്രം. സഭാപിതാക്കന്മാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നിർവഹിക്കുന്നു. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കണിയൊരുക്കി ചെമ്പൂത്ര ദേവീക്ഷേത്രം. വിഷുദിനത്തിൽ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കണിയൊരുക്കി. ക്ഷേത്ര ശ്രീകോവിലിനു മുൻപിൽ പ്രത്യേകമൊരുക്കിയ ഇടത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിച്ച് അതിനു മുൻപിൽ ഓട്ടുരുളിയിൽ സ്വർണം, വാൽക്കണ്ണാടി, ഉണക്കല്ലരി, നാളികേരം, കണിക്കൊന്ന, കോടി, ഗ്രന്ഥം, നാണയം, നോട്ട്, കൺമഷി, കുങ്കുമം, വെറ്റില, അടയ്ക്ക, കണിവെള്ളരി, കണിമത്തൻ, പൈനാപ്പിൾ, മുന്തിരി, മാമ്പഴം, പഴം എന്നിവയോടുകൂടിയ വിഷുക്കണിയും മറ്റൊരു ഉരുളിയിൽ ആമ്പൽ പൂക്കളും ഒരുക്കിയിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും വിഷു കൈനീട്ടം നൽകി. ക്ഷേത്രം മേൽശാന്തി മനീഷ് വിഷുദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. ഏപ്രിൽ 30 മെയ് 1 നടക്കുന്ന വിശുദ്ധ മാർ അഭിമലേഖ് തിമോത്തിയോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതനായ സഭാപിതാക്കന്മാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നിർവഹിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് ജാതി കോമരങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ്. വർത്തമാനകാലത്തെ ജാതി കോമരങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. അറിവും നന്മയും ചൊല്ലി നൽകേണ്ട അധ്യാപകർ ജാതിഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് തലമുറകളെ ഇല്ലായ്മ ചെയ്യുകയാണ്. അംബേദ്കർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം സ്വായത്തമാക്കി സംഘടിച്ച് അതിനെതിരെ കൈചൂണ്ടുവാനുള്ള ആർജവം ഇനിയെങ്കിലും നമ്മൾ കാണിക്കണം. കേരളത്തിൽ ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാവരുതെന്നും ജാതിയുടെ പേരിൽ നടക്കുന്ന വിവേചനത്തിനെതിരായ ശക്തമായ നിയമനിർമ്മാണം UDF സർക്കാർ അധികാരം ഏറ്റയുടൻ നടപ്പിലാക്കുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് കൂട്ടിച്ചേർത്തു. ഭാരതീയ ലളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ 135ാം ജന്മദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ അധ്യക്ഷത വഹിച്ചു. DCC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ KV ദാസൻ, സുനിൽ അന്തിക്കാട്, അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, MS ശിവരാമകൃഷ്ണൻ, അപ്പു ആളൂർ, MK രാജേഷ് കുമാർ, AS വാസു, VK അശോകൻ, CK ഭരതൻ, AC ശ്രീധരൻ, PV രാജു, രമണി വാസുദേവ്, സുലോചന വാര്യത്ത്, വിജയൻ VM, ലെനിൻ PD, രമേശ് പുങ്കോട്ടിൽ, ദിനേശ് VM, ഹരിദാസ് ചേലക്കര, ഉണ്ണിക്കുട്ടൻ, സുവിത് നാട്ടിക, അനു മർത്താകര തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി തിരുവുത്സവത്തിന് കൊടിയേറ്റി. എത്ര കണ്ടാലും മതിവരാത്ത കാവടികൾ നിറഞ്ഞാടുന്നതും അവിസ്മരണീയ കാഴ്ച ചേതോഹരമാണ്. എത്ര കേട്ടാലും മതിവരാത്ത വാദ്യങ്ങളും കരിവീരന്മാർ അണിനിരക്കുന്ന കാഴ്ചയും വിശ്വാസികളെ, ആസ്വാദകരെ ഉന്മാദരാക്കും. 15 രാവിലെ 4 മണി മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:05 വിവിധ ദേശക്കാരുടെ കാവടി ആഘോഷം, വൈകിട്ട് 6 മുതൽ 8 വരെ പൂരം, കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. 8 മണി മുതൽ 8:30 വരെ ക്ഷേത്ര ചടങ്ങുകൾ, പുലർച്ചെ 1:30 മുതൽ വിവിധ ദേശക്കാരുടെ കാവടി ആഘോഷവും തുടർന്ന് രാത്രി പൂരവും ഉണ്ടാകും. പുലർച്ചെ 5 മുതൽ 6:30 വരെ ക്ഷേത്രാങ്കണത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. Gracias.
മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം. സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം. ആശങ്കയിൽ KSEB. കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട്. ആദ്യമായാണ് സംസ്ഥാനത്ത് 6000 മെഗാവാട്ട് പിന്നിടുന്നത്. 13-ന് രേഖപ്പെടുത്തിയ 5933 മെഗാവാട്ടായിരുന്നു മുൻ റെക്കോർഡ്.
BJP SC മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി അനുസ്മരണം നടത്തി. തൃശൂർ നമോ ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് SC മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ജയന്തി ആശംസകൾ നേരുന്നു. സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു നവഭാരതം പടുത്തുയർത്തുവാൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ എന്നും നമുക്ക് വഴികാട്ടിയാകട്ടെ. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാജുമോൻ വട്ടേക്കാട് പറഞ്ഞു. SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അമിതാഭ്, BJP ജില്ലാ സെക്രട്ടറി മുരളി കോളങ്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. അരുൺ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില വർദ്ധിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടം. 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 130 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഒരു പവന് 1040 രൂപയും. അതേസമയം വെള്ളിയുടെ വിലയിലും ഇന്ന് വലിയ മാറ്റമുണ്ടായി. ഗ്രാമിന് 270 രൂപയായി വർദ്ധിച്ചു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്ന് പിടികൂടി എരുമപ്പെട്ടി പോലീസ്. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയായ മലപ്പുറം എടയൂർ സ്വദേശിയായ പറങ്ങോട് പറമ്പിൽ വീട്ടിൽ തിയാമു എന്ന് വിളിക്കുന്ന കഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ഫെബ്രുവരി 2 വരെയുള്ള ദിവസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എരുമപ്പെട്ടിയിലുള്ള മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി പലതവണ ബാലികയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി വീട്ടിൽ സംഭവം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ചൈൽഡ് ലൈനിൽ നിന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ ലഭിച്ചതനുസരിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് വെൽഫെയർ ഓഫീസറായ ഗ്രേഡ് അസിസ്റ്റന്റിന്റെ സബ് ഇൻസ്പെക്ടർ ഓമന KS അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മർദ്ദനം. കൊടുങ്ങല്ലൂർ സ്പെഷ്യൽ സ്കൂളിനെതിരെ കേസെടുത്തു. അന്തേവാസി മർദ്ദനമേറ്റ് മരിച്ച കൊടുങ്ങല്ലൂരിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു. വയനാട് സ്വദേശിയായ മറ്റൊരു അന്തേവാസിയെ ക്രൂരമായി മർദ്ദിച്ചതിനാണ് സ്ഥാപനത്തിനെതിരെ പുതിയ പരാതി ഉയർന്നത്. സംഭവത്തിൽ സ്കൂൾ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നേരത്തെ ഇതേ സ്ഥാപനത്തിൽ ഒരു അന്തേവാസി മർദ്ദനമേറ്റ് മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് സ്ഥാപനത്തിലെ പീഡന വിവരങ്ങൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് പര്യടന കാലത്ത് പ്ലാസ്റ്റിക് ബോട്ടിലിലും ബക്കറ്റിലും കൊട്ടി തന്നെ സ്വീകരിച്ച കൊച്ചുകുട്ടികൾക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകി കെ രാജൻ. കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ രാജന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ചിറക്കുന്നിലെത്തിയപ്പോൾ പ്രദേശത്തെ കുറച്ച് മിടുക്കന്മാരായ കുട്ടികൾ കയ്യിൽ കിട്ടിയ ബക്കറ്റും ബോട്ടിലുമെല്ലാമായി താളം കൊട്ടി സ്വീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വാദ്യോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് കെ രാജൻ കുട്ടികൾക്ക് വാക്ക് നൽകിയിരുന്നു. പറഞ്ഞതുപോലെ വിഷുവിന് മുൻപ് തന്നെ വാദ്യോപകരണങ്ങളുമായി കെ രാജൻ ചിറക്കുന്നിലെത്തി തുടർന്ന് കുട്ടികളുമായി സന്തോഷം
സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴല്ല പലതവണ വന്നിട്ടുണ്ട്. പലരുടെയും സ്വീകരണത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ജിജിയുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ സ്ഥലമോ പുതിയൊരു ചിന്തയല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ആ കുട്ടികളന്ന് നമ്മളെ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ച് അതിഗംഭീരമായിട്ടുള്ള മേളം നടത്തുകയാണ്. ഞാൻ താഴത്ത് വീടുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഈ ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ഇതിനിടയിൽ ഇവരാരോ നാസിക് ഡോൾ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് നിർത്തിയതായിരിക്കും എന്ന് കരുതി. അത്ര ഗംഭീരമായിട്ടുള്ള താളം. വന്നു നോക്കിയപ്പോൾ വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള വേസ്റ്റ് ടിന്നുകളും വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുന്ന ടംബ്ലറും ഒക്കെ മറച്ചും തിരിച്ചും വെച്ച് ഏറ്റവും മനോഹരമായിട്ട് കൊട്ടുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വല്ലാതെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഈ കാര്യം ആലോചിച്ചത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോകാനുള്ള തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. അത് കഴിഞ്ഞിവിടെ സ്വീകരണത്തിന് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി നമുക്ക് വിഷുവിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് പുതിയതായിട്ട് കൊട്ടാനുള്ള സാധനങ്ങൾ തന്നെ ഉറപ്പായിട്ട് മേടിച്ചുതരാം. ഞാൻ പ്രവീണിനോടും പറഞ്ഞു ഇത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം അടിയന്തരമായി. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, അതിനകത്ത് താഴത്ത് കുറിപ്പ് എഴുതി, ഈ ഒല്ലൂരിൽ കണ്ട വികസനം ഭയങ്കരമാണ്, പക്ഷേ ഈ മക്കൾക്കൊരു കൊട്ടാനുള്ള ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്താൽ ഇവരെത്ര വലിയ പ്രതിഭകളായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമാണ് നമ്മുടെ നാട്ടിലെ പ്രതിഭകളായിട്ടുള്ളൊരു പക്ഷം ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ സംഭാവന ആ കാര്യത്തിൽ വേണം. അതുകൊണ്ട് വിഷുവിന് മുമ്പ് തന്നെ അവർ 4-5 പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞു. വേറെ പ്രവീണുമായിട്ട് ആ കാര്യം സംസാരിച്ചു, മേടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. നാളെ വിഷുവാണ്, അപ്പോൾ ഇന്ന് തന്നെ കൊടുത്താൽ അവർക്കതിൻ്റെ ഒരു സൗകര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ കൊടുക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മനുഷ്യൻ്റെ മനസ്സിലൊരു താളബോധം ഉണ്ടാവുക എന്നുള്ളത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ബോധമാണ്. ഒരു താളബോധം ഉണ്ടാവുക. നമ്മളിങ്ങനെ ആളുകളോട് ദേഷ്യപ്പെടാനും ശത്രുത വയ്ക്കാനും പരസ്പരം വിരോധം വയ്ക്കാനും മാത്രം ആഗ്രഹിക്കാതെ ഒരു താളബോധത്തോടെ സർഗാത്മകതയോടെ ഉള്ള ഒരു നല്ല തലമുറ വളർന്നു വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ ചിലപ്പോൾ ചറക്കുന്ന് അറിയപ്പെടാൻ പോകുന്നത് ഈ താള കലാകാരന്മാരുടെ പേരിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം അവർക്ക് പ്രിയപ്പെട്ട ഉപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി അവസരം ഉണ്ടാവും. നന്നായിരിക്കുന്നു. എപ്പോഴാണ് ഉന്നോട് ഇത് മേടിച്ചേരാന്ന് പറഞ്ഞത്? കഴിഞ്ഞടുത്ത് ഇവിടെ ഒരു ഉദ്ഘാടനം ചെയ്യാമെന്നുണ്ടായിരുന്നു രാജേട്ടൻ, അന്നാണ് പറഞ്ഞത് മേടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ രാജാനോട് പറയാണെന്നുണ്ടാ? ഒന്നും പറയില്ല. ഹാപ്പി വിഷു പറയാലോ. ഹാപ്പി വിഷു രാജാനോട് പറയും. ഹാപ്പി വിഷു എല്ലാരും പറയാം ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ. പിടിച്ചോ അടുത്ത ആളാരാ? അതിന് കോല് കൊടുക്കുമോനെ. കൊട്ടിക്കോ മാറി കൊട്ടിക്കോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കണിയൊരുക്കി ചെമ്പൂത്ര ദേവി ക്ഷേത്രം. സഭാപിതാക്കന്മാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കുന്നു. ചെറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.